വെൽക്കം ബാക്ക് ടു ഷൈൻസ് കിച്ചൻ. ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ പൊട്ടറ്റോ ക്രോക്കറ്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി 4 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായി നമുക്ക് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കാനുള്ളത് പാസ്ലിയും വെളുത്തുള്ളിയാണ്. പാസ്ലി ഇതിന് നല്ലൊരു ഫ്ലേവർ തരും. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിയില ചേർത്താലും മതി. ഈ 3 വെളുത്തുള്ളിയും പിന്നെ ഇത്രയും പാസ്ലിയും ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. വെളുത്തുള്ളി ഞാൻ ഇതിലിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കാൻ പോണത്. ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പാസ്ലിക്ക് നല്ലൊരു ഫ്ലേവറാണ്, ഇതിന് പറ്റിയ ഒരു ഫ്ലേവറാണ്. അപ്പം കിട്ടുകയാണെങ്കിൽ അതെന്തായാലും ചേർക്കുക. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി. ഇനി ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. കുരുമുളക് ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇറ്റാലിയൻ സീസണിങ് നിങ്ങളെ ഇഷ്ടം പോലെ, ഞാനൊരു 1/2 ടീസ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട മഞ്ഞ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് മോzzarella ചീസാണ്. നമ്മുടെ പിസ്സ ചീസ്, ഇത് അമുലിൻ്റെ പിസ്സ ചീസാണ് ഞാൻ ചേർക്കുന്നത്. നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വെളുത്തുള്ളി, അതേ ഗ്രേറ്ററിലേക്ക് തന്നെ ഞാനിങ്ങനെ ഇതുപോലെ ചീസും കൂടി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു 1/4 കപ്പെങ്കിലും ചേർക്കുക ഇഷ്ടമാണെങ്കിൽ. അതല്ലെങ്കിൽ കുറച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ചീസിൻ്റെ സ്ലൈസ് ആണെങ്കിൽ അതായാലും മതി, ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ചീസ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം, അതിലൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാം. ഇതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, നമ്മളിത് കുഴച്ചെടുക്കാൻ പോവാണല്ലോ. കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, കട്ട്ലറ്റിൽ നമ്മളൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടി കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും കുരുമുളകും ഒക്കെ പാകത്തിന് ആക്കിയെടുക്കുക. നോമ്പാവുമ്പം നമുക്ക് നോക്കാൻ പറ്റില്ല, അപ്പം ഏകദേശം കണക്ക് നോക്കി ഉപ്പും കുരുമുളകും ഒക്കെ റെഡിയാക്കി എടുക്കാം. ഇതിലിപ്പോൾ കുറച്ചും കൂടി ബ്രെഡ് ക്രംസ് ഞാൻ ആഡ് ചെയ്യാണ്. നമുക്കിത് ഏകദേശം മിക്സ് ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാവും അതിൽ മോയ്സ്ചർ കൂടുതലാണോ അല്ലയോ എന്നുള്ളത്. അപ്പം കുറച്ചും കൂടെ ബ്രെഡ് ക്രംസ് വേണമെന്ന് എനിക്ക് തോന്നുകയാണ്. അതല്ലെങ്കിൽ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ അതിന് ഷേപ്പൊന്നും ഉണ്ടാവില്ല, ഷേപ്പൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അത് ചീസും എല്ലാം ഉണ്ടല്ലോ, എല്ലാത്തിനും മോയ്സ്ചറുള്ള സാധനങ്ങളാണ്, അതുകൊണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് പൊരിച്ചെടുക്കാം. ഇത് കട്ട്ലറ്റ് ചെയ്യുന്ന പോലെ തന്നെ, ഞാനിപ്പം നേരത്തെ എഗ് യോക്ക് എടുത്തല്ലോ 1, അതുപോലെ ഞാൻ 2 എഗ് വൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ കോട്ട് ചെയ്യാൻ പോണത്. ഇതും ബ്രെഡ് ക്രംസും വെച്ചിട്ട് നമുക്കിനി ഇത് കട്ട്ലറ്റ് പോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇതാ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് ഞാനിവിടെ ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷേപ്പിലാണ് ഞാനിത് ചെയ്യുന്നത്. കയ്യിൽ കുറച്ച് നനവുണ്ടെങ്കിലേ ഇത് നമുക്ക് വൃത്തിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് കുറച്ചൊന്ന് വെള്ളം ഒന്ന് തൊട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ എഗ് വൈറ്റിൽ മുക്കിയതിന് ശേഷം പിന്നെ ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഇതുപോലെ റെഡിയാക്കി വെക്കാം. ഇത് ചൂടായി വരുമ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണം ചേർത്ത് ഓവർ ക്രൗഡ് ചെയ്യാൻ പാടില്ല. ഒരു 4-5 വെച്ചിട്ട് പൊരിച്ചെടുക്കാം. എന്താ ചെറുതായിട്ട് ഗോൾഡൻ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും, കാരണം ചീസ് ഉണ്ട്, ഇറ്റാലിയൻ സീസണിങ് ഉണ്ട്. ഒരുവിധം കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഞാനിത് ഡിഷ് ഔട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും. അപ്പം ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ യമ്മി പൊട്ടറ്റോ ക്രോക്കറ്റ്സ് ഇവിടെ റെഡിയായി. ഞാൻ 4 മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ, കുറച്ച് നേരത്തെ ഉണ്ടാക്കിയതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്.
ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഉരുട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാൽ മതി. നമുക്ക് പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. 1-2 ദിവസം സുഖമായിട്ടത് ഫ്രിഡ്ജിലിരിക്കും. ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയോളം നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. പാഴ്സ്ലി എന്തായാലും ചേർക്കണം. പാഴ്സ്ലിയാണ് ഇതിനൊരു യുണീക്ക് ഫ്ലേവർ കൊടുക്കുന്നത്. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കുക. കുറച്ച് ഹെർബ്സ് ഉണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ വരും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഈസി ഇഫ്താർ ഡിഷാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. See you next time.